ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമുക്കിന്നൊരു ബീഫ് ഉലർത്തിയത് ഉണ്ടാക്കിയാലോ? എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. കുക്കർ എടുത്ത് അതിലോട്ട് ബീഫ് ഇട്ട് കൊടുക്കാം. നന്നായി കഴുകി വൃത്തിയാക്കിയ ബീഫാണ്. 1 കിലോനാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലോട്ട് വലിയ ജീരകം 1/4 ടീസ്പൂണ്, വെളുത്തുള്ളി, ചെറിയുള്ളി, ഇഞ്ചി, പച്ചമുളക് ഒന്ന് ചതച്ചെടുത്തത്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, മുളക് പൊടി 2 ടീസ്പൂണ്. ഇതെല്ലാവർക്കും ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിവിടെ അടുത്തുള്ള അളവാണ് പറയുന്നത്. മല്ലിപ്പൊടി 1 ടീസ്പൂണ്, ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വേപ്പില ഉണ്ടെങ്കിൽ വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിക്കണ്ട, വെള്ളം ഇതിൽ തന്നെ ഇറങ്ങും. അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അതിനുശേഷം നോക്കിയിട്ട് വേവിക്കുക. ഞാൻ 10 മിനിറ്റാണ് വേവിച്ചിട്ടുള്ളത്. ഇത് വെന്തിരുന്നു. ഇനി ഒരു പാൻ എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് പച്ചമുളകും വേപ്പിലയും ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരുന്നത് വരെ ഫുൾ ഫ്ലെയിമിൽ വയ്ക്കുക. വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ബീഫ് ഉലർത്തിയത് റെഡി. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.